നിങ്ങളുടെ ശരീരം കാണാൻ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? സ്പെസിഫിക്കായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നോർമൽ വെയിറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ അണ്ടർ വെയിറ്റിലുമായിരിക്കാം. അതേപോലെ തന്നെ ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണുമ്പോൾ നിങ്ങൾ കുറച്ച് സ്ലിം ആണ് എന്ന് തോന്നിക്കുമെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും. എന്നാൽ ഷർട്ട് അഴിച്ചു കഴിഞ്ഞാലോ ഇങ്ങനത്തെ മോൺസ്ട്രോസിറ്റി ആയിരിക്കും പുറത്തു വരുന്നത്. സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ഓവറോളായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈയും കാലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ശോഷിച്ചതായിരിക്കും. അതായത് അധികം മസിൽസ് ഒന്നും ഇല്ലാതെ ഈർക്കൽ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അതേപോലെ തന്നെ ചെസ്റ്റ് ഒരുമാതിരി മസിൽസ് ഇല്ലാതെ സ്ട്രെയിറ്റ് ആയി റോഡ് കണക്കായിരിക്കും ഇരിക്കുന്നത്. അതേപോലെ തന്നെ വയറും ലവ് ഹാൻഡിൽസിലും ഒക്കെ ഒരുപാട് ഫാറ്റ് ഡെപ്പോസിഷൻ നടന്നിട്ടുണ്ടാവും. വയറ് ചാടി ഇരിക്കുന്നത് പോലെ ആയിരിക്കും തോന്നുന്നു. നാഷണൽ അക്കാഡമി ഓഫ് സ്പോർട്സ് മെഡിസിന്റെ ഈ റിപ്പോർട്ട് പറയുന്നത് US അഡൽട്സിൽ ഏകദേശം 12% ആൾക്കാർക്ക് ഈ പ്രോബ്ലം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. എന്നാൽ നമ്മുടെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഒത്തിരി അധികം കൂടുതലാണ്. ഏകദേശം 40-45% ആൾക്കാരുടെ അവസ്ഥ ഈ ഒരു അവസ്ഥയായിരിക്കും. ഇതിനെ നമ്മൾ സ്കിന്നി ഫാറ്റ് എന്നാണ് കൊളോക്കിയലി വിളിക്കാറുള്ളത്. എന്നാൽ ഇതിന്റെ മെഡിക്കൽ ടേം എന്ന് പറയുന്നത് NWO അല്ലെങ്കിൽ നോർമൽ വെയിറ്റ് ഒബിസിറ്റി എന്നുള്ളതാണ്. ഈ അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വരുന്നു എന്നും അതിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും പഠനങ്ങളും തെളിവുകളും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ലോകത്തിലുള്ള എല്ലാ റേസസിലും സ്കിന്നി ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ സൗത്ത് ഏഷ്യൻ ആൾക്കാരുടെ ഇടയ്ക്ക്, അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാരിൽ ഈ സ്കിന്നി ഫാറ്റ് ബോഡി ടൈപ്പ് ഉള്ള ആൾക്കാരുടെ നിരക്ക് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെയാണ് റിസർച്ചേഴ്സ് ഇതിനെ ഏഷ്യൻ ഇന്ത്യൻ ഫിനോടൈപ്പ് എന്നോ അല്ലെങ്കിൽ തിൻ ഫാറ്റ് ഫിനോടൈപ്പ് എന്നോ വിളിക്കാറുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തിൻ ഫാറ്റ് ഫിനോടൈപ്പ് ഉള്ളവർക്ക് പ്രെഫറൻഷ്യലി വയറിന് ചുറ്റും അതേപോലെ ലവ് ഹാൻഡിൽസിലും ഒക്കെ ആയിരിക്കും ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതലായി നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഫിനോടൈപ്പ് ഉള്ള ആൾക്കാർക്ക് പ്രായം ചെല്ലുമ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസോ അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റോ ഒക്കെ വരാൻ വളരെയധികം ചാൻസ് കൂടാറുള്ളത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ സൗത്ത് ഏഷ്യൻസിൽ ഇങ്ങനെയുള്ള ഫിനോടൈപ്പ് വരാനുള്ള സാധ്യത കൂടാറുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജെനറ്റിക്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം നമ്മളെല്ലാം ഇന്ന് വന്നിട്ടുള്ളത് നാച്ചുറൽ സെലക്ഷൻ പ്രകാരമാണ്. അതായത് പണ്ട് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എത്രത്തോളം നന്നായി അഡാപ്റ്റ് ചെയ്തു എൻവറോൺമെന്റ് അനുസരിച്ച് അവരുടെ ജീൻസ് ആണ് പാസ് ചെയ്ത് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ജീനിൽ സർവൈവൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജെനറ്റിക്സിൽ വലിയൊരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പണ്ട് നമുക്കുണ്ടായിരുന്ന എൻവിറോൺമെന്റ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ സൗത്ത് ഏഷ്യൻ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര എയറബിൾ ലാൻഡ് ആയിരുന്നു. അതായത് അഗ്രികൾച്ചറിനും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ലാൻഡ് ആയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഫ്രീക്വന്റ് ആയി ഫാമിൻസ് വന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ടായിരുന്നു 190 വർഷത്തിനെ അനലൈസ് ചെയ്തുകൊണ്ടുവന്ന് ഈ റിപ്പോർട്ട് പറയുന്നത് അവർ ഇന്ത്യയെ ഭരിച്ചപ്പോൾ ഏകദേശം 28ഓളം ഫാമിൻസ് ഇന്ത്യയിൽ വന്നു എന്നും അതിൻ്റെ കൂടെ തന്നെ ഏകദേശം 8.5 കോടി ആൾക്കാരുടെ മരണവും സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഫാമിൻസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ളത്. അതിനു മുന്നേ ഉള്ള പല തൗസൻഡ്സ് ഓഫ് ഇയേഴ്സായി ആയിരക്കണക്കിനുള്ള ഫാമിൻ ഇന്ത്യയിൽ പലപ്പോഴും അഫക്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിലെ ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ സൗത്ത് ഏഷ്യയിലുള്ള ആൾക്കാർക്ക് മാത്രം ജെനറ്റിക്സ് ഇത് കാരണം അഫക്റ്റ് ആവാനുള്ള കാരണം എന്താണ് എന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് സൗത്ത് ഏഷ്യൻ ഏരിയയിലുള്ള ആൾക്കാർ ഏർലി അഡോപ്റ്റേഴ്സ് ആയിരുന്നു അഗ്രികൾച്ചറിന്. ഇവിടെ ഉള്ളവർ പണ്ട് മുതലേ കൃഷി ബേസ് ചെയ്തായിരുന്നു ജീവിച്ചിരുന്നത്. ഇത് കാരണം തന്നെ അവരുടെ ഫുഡും ക്രോപ്പ് പ്രൊഡക്ഷനിലും എൻവിറോൺമെന്റ് ഒരു വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യയിലെ ക്ലൈമറ്റ് നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും വളരെയധികം അൺപ്രഡിക്റ്റബിൾ ആണത്. ഇന്റർമിറ്റന്റ് ആയി നമുക്ക് ഫ്ലഡ്സ്, അതായത് പ്രളയം, അതേപോലെ സൈക്ലോൺസ്, പിന്നെ ഹീറ്റ് വേവ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൃഷിനാശം വരികയും അതിന്റെ കൂടെ തന്നെ ഫാമിൻസ് ഫേസ് ചെയ്യുകയും നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജെനറ്റിക്സ് അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡാപ്റ്റ് ചെയ്തത്. അതായത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വിശപ്പ് സഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ ജെനറ്റിക്സ് മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്കിടയ്ക്കുള്ള മാൽനറിഷ്മെന്റ് ഓവർകം ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ ഏറ്റവും എഫക്റ്റീവായി ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് വയറിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഊർജ്ജമാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതം ജീവിക്കുമ്പോഴും നമ്മുടെ ശരീരം ഊർജ്ജം കത്തിക്കാറുമുണ്ട്. ഈ കഴിക്കുന്ന ഊർജ്ജം നമ്മൾ കത്തിച്ച് കളയുന്ന ഊർജ്ജത്തിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആ ഊർജ്ജത്തിനെ നമ്മുടെ ശരീരം ഫാറ്റാക്കി നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്തായിരിക്കും. ഇതിനെ നേരെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫാറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് ആഹാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഫാറ്റിനെ കത്തിച്ച് നമ്മുടെ ശരീരത്തിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ ഫാമിൻ സർവൈവ് ചെയ്യാൻ വേണ്ടി അവരുടെ ശരീരത്തിലും ജീൻസിലും വന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് മസിൽസ് എത്രത്തോളം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള മ്യൂട്ടേഷൻ ആണ്.
സയന്റിഫിക് റിപ്പോർട്ട്സിലെ ഈ റിപ്പോർട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിന് മസിൽസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് മെറ്റബോളിക്കലി എക്സ്പെൻസീവ് ആണ്. അതായത് കൂടുതൽ കലോറി കത്തിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് മസിൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യമാണ്. ഇതുകൊണ്ട് തന്നെ മസിൽസ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കലോറി ബേൺ കുറയുകയും അതിലൂടെ നമുക്ക് ഈസിയായി കുറച്ചുകൂടെ സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ ചേഞ്ച് വന്നിട്ടുള്ളത് എന്നും കൂടിയാണ് ആ റിപ്പോർട്ട് പറയുന്നത്. ഇനി സ്കിന്നി ഫാറ്റ് ബോഡി ടൈപ്പ് നമുക്കുണ്ടാവാൻ ഏക കാരണം എന്ന് പറയുന്നത് ജനറ്റിക്സ് മാത്രമാണോ, അതല്ല നമ്മുടെ ഡയറ്റും അതേപോലെ എക്സസൈസും ഒക്കെ ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഠനം വന്നത്. ഈ പഠനത്തിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രീഷനും അതേപോലെ തന്നെ എക്സസൈസും ഒക്കെ നമുക്ക് സ്കിന്നി ഫാറ്റ് ബോഡി ഉണ്ടാവാൻ ഒരു കോൺട്രിബ്യൂട്ടർ ആണ് എന്നുണ്ടെങ്കിലും നമ്മുടെ ജനറ്റിക്സ് അതിൽ വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഇതിന് കാരണമായി അവർ പറയുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ നമ്മുടെ അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ തന്നെ ഈ സ്കിന്നി ഫാറ്റ് ട്രേറ്റ്സ് കാണിച്ചു തുടങ്ങാറുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. സോ എന്തുകൊണ്ടാണ് നമ്മുടെ ജനറ്റിക്സ് സ്കിന്നി ഫാറ്റ് ബോഡി ടൈപ്പിനെ ഫേവർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ബോഡിയിൽ എന്താണ് എക്സാക്ട്ലി സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ജനറ്റിക് മ്യൂട്ടേഷൻ കാരണം നമ്മുടെ ബയോളജിയിൽ വന്ന ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ബേസിക്കലി ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ കിട്ടുന്ന ഷുഗറിനെ ലേറ്റർ എനർജി ആക്കി കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ ശരീരം അതിനെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യാനായിരിക്കും നോക്കുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ മസിൽസിലാണ് സംഭവിക്കാറുള്ളത്. അങ്ങനെ മസിൽസിൽ ഷുഗർ ചെന്ന് കയറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്രന്ഥി ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യണം. ഈ പടം കണ്ടിട്ട് ഈ ഗ്രന്ഥി വേറെന്തെങ്കിലും ആണെന്ന് വിചാരിക്കരുത്, ഇത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ് കേട്ടോ. ഈ പാൻക്രിയാസ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ നമ്മുടെ മസിൽസിന് കിട്ടിയാൽ മാത്രമേ നമ്മുടെ മസിൽസ് ഷുഗറിനെ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. എന്നാൽ സൗത്ത് ഏഷ്യൻ ബോഡി ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് ഈ ഇൻസുലിൻ കുറവായിട്ടേ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാറുള്ളൂ. ഇത് കാരണം നമ്മുടെ ശരീരം മസിൽസിൽ കൊണ്ട് ഷുഗർ ഉപയോഗിക്കുന്നതിനേക്കാൾ അതിനെ ഫാറ്റാക്കി മാറ്റി നമ്മുടെ ശരീരത്തിന്റെ പല പാർട്സിൽ ഡെപ്പോസിറ്റ് ചെയ്യാറാണുള്ളത്. സോ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഹോപ്പ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യാം. കാരണം നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന മെറ്റബോളിക് കാര്യങ്ങളിലോ അല്ലെങ്കിൽ ജനറ്റിക്സിലോ ഒന്നും നിങ്ങൾക്ക് യാതൊരു കൺട്രോളും ഇല്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ജനറ്റിക്സ് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ ന്യൂട്രീഷനും അതേപോലെ എക്സസൈസും നിങ്ങൾക്ക് സ്കിന്നി ഫാറ്റ് ബോഡി ഉണ്ടാവാൻ ഒരു വലിയ കോൺട്രിബ്യൂട്ടർ തന്നെയാണ്. അതുകൊണ്ട് ഇതൊക്കെ വെച്ച് എങ്ങനെ നമുക്ക് ഈ സ്കിന്നി ഫാറ്റ് ബോഡി ടൈപ്പിനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നി ഫാറ്റ് ബോഡി കാണാൻ ഭയങ്കര മോശമായി പലപ്പോഴും തോന്നിക്കാറുള്ളത് നമുക്ക് മസിൽസ് വളരെ കുറവായതുകൊണ്ടാണ്. ഒരു സാധാരണ ആൾക്ക് മസിൽസും അതേപോലെ ഫാറ്റും കൂടെ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എത്രയാണോ വാല്യൂ വരേണ്ടത് അതിനേക്കാൾ വളരെ വളരെ കുറവായിരിക്കും ഒരു സ്കിന്നി ഫാറ്റ് ആയിട്ടുള്ള ആൾക്ക് ഈ റേഷ്യോയുടെ വാല്യൂ വരുന്നത്. ഒരു എക്സാമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നി ഫാറ്റ് ആയിട്ടുള്ള ഒരാളും നല്ല മസിൽസ് ബിൽഡ് ചെയ്ത ഒരാളും തമ്മിൽ ഒരു കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും സെയിം ബോഡി ഫാറ്റ് പെർസെൻറ്റേജിലാണ് എന്നുണ്ടെങ്കിലും സ്കിന്നി ഫാറ്റ് ആയിട്ടുള്ള ആളിനെ കാണാൻ മസിൽസ് ഉള്ള ആളിനേക്കാൾ വളരെ വളരെ മോശമായിട്ടായിരിക്കും തോന്നിപ്പിക്കാറുള്ളത്. ട്രഡീഷണലി ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ സജസ്റ്റ് ചെയ്യാറുള്ളത് ആദ്യം ബൾക്ക് ചെയ്യുക, അതായത് ആഹാരം ഒരുപാട് കഴിച്ച് നിങ്ങളുടെ ശരീരം നന്നായി ബൾക്ക് ചെയ്ത് കൊണ്ടുവന്ന് മസിൽസ് ബിൽഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അതിനുശേഷം കട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അതായത് ഈ ഫാറ്റ് എല്ലാം കട്ട് ചെയ്ത് നമ്മൾ ബിൽഡ് ചെയ്ത മസിൽസ് മാത്രം റീറ്റെയിൻ ചെയ്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ്. എന്നാൽ ഈ ട്രഡീഷണൽ അഡ്വൈസ് സ്കിന്നി ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ആപ്ലിക്കബിൾ ആവാറില്ല. ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ബൾക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോഴോ അതായത് ഫാസ്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ബിൽഡിങ്ങിനെ അത് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യാറില്ല. കാരണം മസിൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊരു ഫാസ്റ്റ് ബൾക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അധികം സംഭവിക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബൾക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും ഫാറ്റ് ആയിരിക്കും ഗെയിൻ ചെയ്യുന്നത്. അതിനുശേഷം കട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മൾ ഏകദേശം അതേപോലെ സ്കിന്നി ഫാറ്റ് ആയിട്ട് തന്നെ നിൽക്കാറാണ് പതിവ്. പകരം സ്കിന്നി ഫാറ്റ് ആയിട്ടുള്ളവർ ചെയ്യേണ്ടത് ബോഡി റീകോമ്പോസിഷൻ എന്നുള്ള കാര്യമാണ്. ഓൾറൈറ്റ്, സോ ബോഡി റീകോമ്പോസിഷൻ ചെയ്യാൻ വേണ്ടി 5 ഡിഫറെൻറ്റ് ടിപ്സിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇനി സംസാരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് വർക്കൗട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ സ്ഥിരം ഫിറ്റ്നസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഒരു 80% ഇമ്പോർട്ടൻസ് ഡയറ്റിന് കൊടുക്കുക, ബാക്കി 20% ഇമ്പോർട്ടൻസ് എക്സസൈസിന് കൊടുക്കേണ്ടതുള്ളൂ എന്ന് പറയാറുണ്ട്. എന്നാൽ ബോഡി റീകോമ്പോസിഷനിലോട്ട് വരുമ്പോൾ ഡയറ്റിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് വർക്കൗട്ടിന് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. നിങ്ങൾ ഓൾറെഡി സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അത് കണ്ടിന്യൂ ചെയ്യുക. അതല്ല നിങ്ങൾ ഇന്നേ വരെ ജിമ്മിൽ പോയിട്ടില്ല, സ്ട്രെങ്ത് ട്രെയിനിങ് ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള സ്പോർട്സ് ആണ് കളിക്കുന്നത്, അതിലൂടെയാണ് ആക്ടിവിറ്റി ചെയ്യുന്നത്, സൈക്ലിംഗ് ആയിരിക്കും ചിലർ ചെയ്യുന്നത്, ചിലർ സ്വിമ്മിങ് ആയിരിക്കും, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് തുടങ്ങുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ആദ്യത്തെ ടിപ്പ്. ഇത് ജിമ്മിൽ പോയി നിങ്ങൾ ഒരുപാട് സമയമൊക്കെ കളഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊന്നും വാല്യൂരിച്ച് ചെയ്യണം എന്നല്ല പറയുന്നത്.
പകരം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഈ 3 കാര്യങ്ങൾ, സ്ക്വാട്സ്, ബെഞ്ച് പ്രസ്, ഡെഡ് ലിഫ്റ്റ്, ഇത് 3നെയും നമ്മൾ ബിഗ് 3 ലിഫ്റ്റ്സ് എന്ന് പറയാറുണ്ട്. 2020 പുറത്തു വന്ന ഈ പഠനം പറയുന്നത് ഈ 3 കാര്യങ്ങളും നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബോഡിയിലുള്ള എല്ലാ മസിൽസിനെയും ആക്ടിവേറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 5-6 വർഷം കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മസിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടങ്ങാം. ഇനി നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് ഓൾറെഡി ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ ഇപ്പോൾ ഡംബൽ കേൾ ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഡംബൽ കേൾ എനിക്ക് ആദ്യം ഒരു 5 കിലോ വെച്ച് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കാം. 5 കിലോ വെച്ച് എനിക്ക് 10 റെപ്പിറ്റേഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ 5 കിലോ വെച്ച് ചെയ്യുക. പിന്നെ ആ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും കുറച്ച് ആ വെയിറ്റ് കൂട്ടുക, അല്ലെങ്കിൽ ഒരു 2 റെപ്പ് കൂട്ടുക. അത് 10 പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ 12 പ്രാവശ്യം ചെയ്യാൻ നോക്കുക. അതിനുശേഷം കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ, ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ഈ 5 കിലോനെ മാറ്റി 6 കിലോ വെച്ച് 10 റെപ്പ് ചെയ്യുക. അതിനുശേഷം ഒരാഴ്ച കൂടെ കഴിഞ്ഞ് ഈ 6 കിലോ വെച്ച് 12 റെപ്പ് ചെയ്യുക. ഇങ്ങനെ പതുക്കെ നിങ്ങളുടെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് വെയിറ്റിനെ ഓരോ വർക്കൗട്ടിലും കൂട്ടി കൊണ്ടുവരിക. അത് ഏത് വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ, അത് സ്ക്വാട്ട് ആണെങ്കിലും ഡെഡ് ലിഫ്റ്റ് ആണെങ്കിലും ബെഞ്ച് പ്രസ് ആണെങ്കിലും ഏത് വർക്കൗട്ടിലും പതുക്കെ വെയിറ്റ്സിനെ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ള പരിപാടിയാണ് നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ പഠനം പറയുന്നത് ഒരു സ്കിന്നി ഫാറ്റ് ആയിട്ടുള്ള ആൾക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ഓവർലോഡ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെയിം വെയിറ്റ് വെച്ച് തന്നെ ഒരുപാട് റെപ്പറ്റേഷൻ ഒന്നും ചെയ്യാതെ കുറച്ച് വെയിറ്റ് കൂട്ടി ചെയ്യാൻ നോക്കുക. അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലോട്ട് പോകാം. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കാർഡിയോ കുറയ്ക്കുക എന്നുള്ള കാര്യമാണ്. നിങ്ങൾ അഥവാ ഒരുപാട് ഓടുന്ന ടീമാണ്, അല്ലെങ്കിൽ ഒരുപാട് ട്രെഡ്മിൽ കടന്ന് ഓടുന്നു, ഒരുപാട് സൈക്ലിംഗ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് നിങ്ങളുടെ പാഷൻ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ഇറ്റ്. പക്ഷെ അത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും. ഈ പഠനം പറയുന്നത് എക്സസീവ് കാർഡിയോ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മസിൽ ബിൽഡിംഗ് കേപ്പബിലിറ്റിനെ കുറയ്ക്കാറുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് മസിൽ ലോസ് വരുത്താൻ എക്സസീവ് കാർഡിയോ ഒരു ഹിൻഡ്രൻസ് ആവാറുണ്ട് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കാർഡിയോ ചെയ്യണ്ട എന്നല്ല, അതിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പർട്ടിക്കുലർ ലിമിറ്റോളം കാർഡിയോ ചെയ്തിട്ട് അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി നിങ്ങളുടെ സമയം സ്ട്രെങ്ത് ട്രെയിനിങ്ങിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യത്തിലോട്ട് വരാം. നമ്മുടെ ഇൻടേക്ക് കാലോറീസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യമാണ് മൂന്നാമത്തെ കാര്യം. ഈ ഇൻടേക്ക് കാലോറി കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മെയിൻ്റനൻസ് കാലോറി എന്താണ് ഇൻടേക്ക് കാലോറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കുറച്ച് ഊർജ്ജം കിട്ടും. അതിനാണ് നമ്മൾ ഇൻടേക്ക് കാലോറീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുമ്പോഴും നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മുടെ ശരീരം ഈ ഊർജ്ജത്തിനെ കത്തിച്ചായിരിക്കും ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുക. അപ്പോൾ അതിനെയായിരിക്കും നമ്മൾ കലോറീസ് ബേൺഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻടേക്ക് കലോറീസ് ഞാൻ എത്ര എടുക്കുന്നു, ഫോർ എക്സാമ്പിൾ ഞാൻ 2000 കലോറീസ് കഴിക്കുന്നു എന്ന് വിചാരിക്കാം. അതേപോലെ എൻ്റെ ശരീരം എല്ലാ ആക്ടിവിറ്റീസും എൻ്റെ താപനില നിലനിർത്താനും എല്ലാം കൂടെ ചേർത്ത് 2000 കലോറീസ് ആണ് ബേൺ ചെയ്യുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ മെയിൻ്റനൻസ് ആണ്, അതായത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. എൻ്റെ വെയിറ്റ് കൂടുകയുമില്ല കുറയുകയുമില്ല. ഇനി അഥവാ ഈ ഇൻടേക്ക് കലോറി ഈ ബേൺ കലോറിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ കലോറി സർപ്ലസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് കൂടും. ഇനി ഈ ഇൻടേക്ക് കലോറി നമ്മുടെ ബേൺ കലോറിയേക്കാൾ കുറയുവാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കലോറി ഡെഫിസിറ്റ് എന്നായിരിക്കും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരഭാരം കുറയുമായിരിക്കും ചെയ്യും. ഇനി എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്? നമുക്ക് കലോറി ഡെഫിസിറ്റ് വേണോ, അതോ മെയിൻ്റനൻസ് ആയിരിക്കണോ, അതോ കലോറി സർപ്ലസ് വേണോ എന്നുള്ളത് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. ആദ്യം നമുക്ക് അതിന് അറിയേണ്ടത് നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ആണ്. നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്ന് വിചാരിക്കാം, ഹൈ ആണെന്ന് ഞാൻ പറയുന്നത്. അതായത് ഒരു 20 to 25% ആണ് നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് കലോറി ഡെഫിസിറ്റ് ആയിരിക്കണം. അത് വളരെ ഒരു ചെറിയ കലോറി ഡെഫിസിറ്റിൽ മാത്രം നിങ്ങൾ പോവുക. എപ്പോഴും ഓർക്കുക, ബോഡി റീകമ്പോസിഷൻ ചെയ്യുമ്പോൾ ഞാൻ കലോറി ഡെഫിസിറ്റിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു ഭയങ്കര കലോറി ഡെഫിസിറ്റിൽ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മസിൽ ബിൽഡിംഗ് കേപ്പബിലിറ്റിനെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് മസിൽസ് ബിൽഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കലോറി ഡെഫിസിറ്റിൽ പോകുമ്പോൾ വളരെ ഒരു ചെറിയ കലോറി ഡെഫിസിറ്റ്, ഒരു 2300 കലോറിയാണ് നിങ്ങളുടെ മെയിൻ്റനൻസ് കലോറി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 2250 2200 കലോറി, ഒരു 50 to 100 കലോറീസ് ഒരു ഡെഫിസിറ്റിൽ നിങ്ങൾ പോവുക. അതെപ്പോഴാണ് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഹൈ ആയിരിക്കുമ്പോൾ. സ്ത്രീകൾക്ക് ഒരു 30 മുതൽ 35% ആയിരിക്കുമ്പോൾ, അതേപോലെ പുരുഷന്മാർക്ക് 20 മുതൽ 25% ആയിരിക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇനി നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് മീഡിയം ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 25 മുതൽ 30% വരെ ആണെങ്കിൽ, അതേപോലെ പുരുഷന്മാർക്ക് ഒരു 15 മുതൽ 20% വരെ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അടുത്ത് നോക്കേണ്ടത് നിങ്ങളുടെ ട്രെയിനിങ് എക്സ്പെർട്ടീസ് ആണ്. നിങ്ങൾക്ക്
ട്രെയിനിങ് എക്സ്പെർട്ടീസ് ഒന്നും ഇല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ട്രെയിനിങ് തുടങ്ങുന്നത്, 0 ഇയേഴ്സ് ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ്റനൻസിൽ പോവുക. മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര കലോറി നമ്മൾ കഴിക്കുന്നു അത്രയും കലോറി തന്നെ നമ്മൾ ബേൺ ചെയ്യുന്ന രീതിക്ക് ശ്രദ്ധിക്കാൻ നോക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാറ്റ് ബേൺ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതെല്ലാം നിങ്ങളൊരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ അഡ്വാൻസ് ലെവൽ ലിഫ്റ്ററാണ്, നിങ്ങൾക്ക് ഒരു 2 അല്ലെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഒരു സ്ലൈറ്റ് സർപ്ലസിലാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇനി എന്താണ് ഈ കലോറി എന്നും അതേപോലെ തന്നെ നിങ്ങൾ എങ്ങനെ മെയിൻ്റനൻസിലിരിക്കാം, എങ്ങനെ ഡെഫിസിറ്റിലിരിക്കാം എന്നുള്ളതെല്ലാം ഞാൻ പ്രീവിയസ് ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ കാർഡ്സിൽ കൊടുക്കുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇത് കേൾക്കുമ്പോഴുള്ള സംശയമെല്ലാം നിങ്ങൾക്ക് ആ വീഡിയോ കേൾക്കുമ്പോൾ തീരുന്നതായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ ഈ കലോറി കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എത്രയാണ് നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് എന്നുള്ളത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് പ്രോട്ടീൻ വളരെ കുറച്ചേ എടുക്കാറുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദോശയും ചമ്മന്തിയും കഴിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രോബ്ലി പ്രോട്ടീൻ വളരെ വളരെ കുറച്ചായിട്ടേ നമുക്ക് ബോഡിക്ക് കിട്ടാറുള്ളൂ. അങ്ങനത്തെ ഫുഡാണ് നമ്മൾ സാധാരണ കഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പഠനം പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏകദേശം പെർ കിലോഗ്രാം 2 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർലി മസിൽസ് ബിൽഡ് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരീരഭാരം 60 കിലോഗ്രാം ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ 60 കിലോഗ്രാം ഇൻറ്റു 2 60 ഇൻറ്റു 2 അതായത് 120 ഗ്രാം ഓഫ് പ്രോട്ടീൻ എനിക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട് മസിൽസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത്രയും പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിന് പോകുന്നോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കലോറി ട്രാക്കിംഗ് ആപ്പ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ കലോറി ട്രാക്കിംഗ് ആപ്പൊക്കെ വെച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതിന് താല്പര്യമില്ല, സമയമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീനുള്ള ഫുഡ് കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ് പ്രോട്ടീനുള്ള ഫുഡ് എന്നുള്ളത് ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ പ്രോട്ടീനുള്ള ഫുഡ്സ്, റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിലുള്ള ഫുഡിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഫുഡ്സ് ചൂസ് ചെയ്ത് ആ ഫുഡ് കൂടുതൽ കഴിക്കാൻ നോക്കുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഡയറ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് ഒരാഴ്ച കണ്ടിന്യൂ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കണ്ടിന്യൂ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വെയിറ്റ് കൂടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾ അങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് കൂടുവാണ് എന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അഥവാ മെയിൻ്റനൻസിലാണ് പോകേണ്ടതെന്ന് വിചാരിക്കാം. നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് മെയിൻ്റനൻസിലാണ് പോകേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് കൂടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മെയിൻ്റനൻസിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പ്രോട്ടീൻ ഒഴിച്ച് ബാക്കിയുള്ള ഫുഡെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മുടെ മെയിൻ്റനൻസിൽ കൊണ്ടെത്തിക്കാൻ നോക്കുക. അതായത് നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ഇല്ലാതിരിക്കുന്ന രീതിക്ക് ആക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് വെച്ചും ഇങ്ങനെ കലോറി ട്രാക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതും ഒരു ഓപ്ഷനാണ്. ഇനി നമുക്ക് 4ാമത്തെ ടിപ്പിലോട്ട് വരാം. 4ാമത്തെ ടിപ്പ് സ്പോട്ട് റിഡക്ഷൻ ട്രൈ ചെയ്യാണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ലോസ് നടക്കുന്നത് എപ്പോഴും ഈ കലോറി ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ബോഡി റീകോമ്പോസിഷൻ നടക്കുമ്പോഴായിരിക്കും. അതല്ലാതെ നമുക്ക് ഫാറ്റ് ലോസ് ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് വയറ് കുറച്ച് ചാടിയിട്ടുണ്ട്, സ്കിന്നി ഫാറ്റ് ആണ്, വയറ് ചെറുതായിട്ട് ചാടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ക്രഞ്ചസ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറേ ബർപ്പീസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അത് നിങ്ങളെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്നല്ലാതെ അതിനൊന്നും യാതൊരു റിസൾട്ടും ഉണ്ടാവാറില്ല. ആൻഡ് ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക എന്നുള്ള കാര്യം. നിങ്ങൾ ഇതിൽ ഏത് കാര്യം ചെയ്യുവാണ് എന്നുണ്ടെങ്കിലും, നിങ്ങൾ കലോറി ഡെഫിസിറ്റിലാണ് അല്ലെങ്കിൽ മെയിൻ്റനൻസിലാണ് അല്ലെങ്കിൽ സർപ്ലസിലാണ് എന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മസിൽസ് ബിൽഡ് ആവുന്നുണ്ടോ, പ്രോപ്പർലി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾക്ക് മസിൽ ബിൽഡിംഗ് സംഭവിക്കുന്നുണ്ടോ, നിങ്ങളുടെ വെയിറ്റ് കൂടുകയോ കുറയുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എയിമിലോട്ട് നിങ്ങളുടെ പ്രോഗ്രസ് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങളുടെ മേ ബി ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് അളക്കേണ്ടി വരാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു ബോഡി കോമ്പോസിഷൻ സ്കെയിൽ വാങ്ങിച്ച് വെക്കേണ്ടി വരുമായിരിക്കും. അത് വേണമെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് അളക്കേണ്ടി വരാം, നിങ്ങളുടെ വെയിങ് മെഷീൻ വാങ്ങിച്ച് വെക്കേണ്ടി വരുമായിരിക്കും. അത് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിലെ ചുറ്റളവെല്ലാം എടുക്കാം. എന്നിട്ട് അതെല്ലാം പ്രോപ്പർലി കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്താ വെച്ചാൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ട്രാക്ക് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെല്ലാം കൂടെ തന്നെ നിങ്ങളുടെ അഡിക്ഷൻസിനെ വിട്ടുകളയുക എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പുകവലിക്കുന്ന ശീലമോ അല്ലെങ്കിൽ മദ്യപാനമോ അല്ലെങ്കിൽ മറ്റുള്ള അഡിക്ഷൻസോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ വിട്ടുകളയേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറൈറ്റ്, എങ്ങനെ ഫാറ്റ് ലോസ് പ്രോപ്പറായി ചെയ്യാം എന്ന് സയൻസ് ബേസ്ഡ് ആയി ഇതേപോലെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.